എന്റെ പൊന്നി എന്തോരം കളാഞ്ചാണ് പഞ്ചായത്ത് ഇത്. ഇതൊക്കെ എന്തിനാണിത്? കാളത്തേക്ക് 500 പീസ് കാളഞ്ചാട്ടോ വറക്കാനായിട്ട്. അപ്പോൾ ടോമിസ് ബിഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കടയിൽ ഇന്ന് ഉണ്ടായിരുന്ന മീനുകളും പിന്നെ നമുക്ക് ഇന്ന് സ്പെഷ്യൽ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വളരെ ചെറിയൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നത് പറഞ്ഞാൽ നെയ്മീനാണ്. അതായത് ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് 2 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ കടയിൽ നെയ്മീൻ അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ 700 നല്ല വിലയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നല്ല വിലയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇനിയും വില കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം 300 രൂപ വിറ്റിരുന്ന മീനാണ് ഇപ്പോൾ 700 വരെ എത്തി നിൽക്കുന്നത് കേട്ടോ. എന്തായാലും വരും ദിവസങ്ങളിൽ വില കുറയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ളതെന്ന് പറഞ്ഞാൽ കാളാഞ്ചിക്കാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നി എന്തോരം കാളാഞ്ചാണ് പഞ്ചായത്ത് ഇത്. ഇതൊക്കെ എന്തിനാണിത്? ഇത് കാറ്ററിംഗ് ഓർഡർ ഉണ്ട്. മറ്റേ 500 പീസ് വറക്കാനായിട്ട്. ആർക്കാണ് അത്? ശരത്ത് എന്ന് പറയും. മറ്റേ ഗ്ലോറിയ കാറ്ററിംഗ് അവർക്കുള്ളതാണ് ഇതല്ലേ? അപ്പൊ ഇത് തകയോ? വെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി പോരാണ്ടെങ്കിൽ നാളത്തേക്ക് 500 പീസ് കാളാഞ്ചാട്ടോ വറക്കാനായിട്ട്. അല്ലേ നാളത്തേക്ക് അല്ലേ? 500 പീസ് കാളാഞ്ചി വറക്കാം. അതിനുള്ള കാളാഞ്ചിയാണ് നമ്മൾ എടുത്ത് വെച്ചിരുന്നത്. കണ്ട നല്ല അടിപൊളി കാളാഞ്ചിയാണ്, പുഴയിലെ കാളാഞ്ചി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡറുള്ള മീൻ എന്ന് പറഞ്ഞാൽ അത് കാളാഞ്ചി തന്നെയാണ്. 560 രൂപയുണ്ട് കാളാഞ്ചിന് ഇപ്പോഴത്തെ വില. ഈ നിൽക്കുന്ന നമ്മുടെ ശരത്തിൻ്റെ ഗ്ലോറിയ കാറ്ററിംഗ് സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഓർഡർ ഏറ്റെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 50 കിലോയോളം കാളാഞ്ചിയാണ് നമ്മൾ ഇറക്കിയേക്കുന്നത്. അതിനുശേഷം ട്രോളിംഗ് കഴിഞ്ഞിട്ട് ഇതേ ഈ കാണുന്ന പോലെ ചൂരയും കേരയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ചൂര നമ്മളിന്ന് വിറ്റുവില എന്ന് പറഞ്ഞാൽ 240 രൂപയ്ക്കാണ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ചൂരയും കേരയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയായാലും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പരിപാടി ഇത് തുടങ്ങാൻ പോകുന്നുള്ളൂ. ഈ കാണുന്ന കാളാഞ്ചിയൊക്കെ നമുക്ക് തൂക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ല ഏകദേശം 50 കിലോളം മീൻ വേണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മീൻ തൂക്കിയെടുക്കുന്ന കാഴ്ചയുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ പാഞ്ചുവാപ്പം തന്നെയാണ് തൂക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 കിലോയ്ക്കും 2 കിലോ അല്ലെങ്കിൽ 1 കിലോ സൈസ് വരുന്ന കാളാഞ്ചിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ ഒരു സൈസ് എടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് റൗണ്ട് പീസായിട്ട് നമുക്ക് ഈ കാളാഞ്ചിയൊക്കെ വെട്ടി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു അധികം ഓവർ വലിപ്പുള്ളത്തെ കാളാഞ്ചി നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് 500 പീസായിട്ട് വെട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാഞ്ചുവാപ്പൻ്റെ നേതൃത്വത്തിലാണ് ഈ 500 പീസും ചെത്തി മീനിക്ക് ആദ്യം തന്നെ മീൻ വെട്ടുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് വെട്ടാനല്ലോ. അപ്പോൾ പാഞ്ചാപ്പം തന്നെയാണ് ഒട്ടുമിക്ക മീനും വെട്ടുന്നതും പിന്നെ ക്ലീൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ സഹായിക്കാനായിട്ട് നമ്മുടെ സൈംബാപ്പനുണ്ട്, അനന്തും എല്ലാവരും ഉണ്ട്, സിന്ധു ചേച്ചി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പാഞ്ചാപ്പന് ഓരോ മീനും തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് സൈംബാപ്പന് ഇവിടെ ചൂര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിലോയ്ക്ക് 240 രൂപയായിരുന്നു ചൂരയുടെ ഇന്നത്തെ വില. ഇത് നോക്കിയാൽ നല്ല പച്ച ചൂര ഉണ്ട്. ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ബോട്ടിൽ നിന്ന് തന്നെ വന്ന ചൂരയാണ് ഈ കാണുന്നതൊക്കെ. നല്ല ചൂര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല ഫ്രഷ്നസ് അതിൻ്റെ. അപ്പോൾ അതേ സൈംബാബം വെട്ടുന്നത് പറഞ്ഞാൽ കറി പീസ്, അതായത് കറി വെക്കാൻ കണക്കാക്കിയുള്ള പീസിലായിട്ടാണ് ആ ചൂര വെട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനന്തു കാളാഞ്ചിയും വെട്ടുന്നുണ്ട്. അത് നമ്മുടെ ഓർഡറിനുള്ളതല്ല, നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള കാളാഞ്ചിയാണ് അനന്തു വെട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കി നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂരയാണ് നീ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ പ്രത്യേക റിക്വസ്റ്റ് അനുസരിച്ച് അതിൻ്റെ സ്കിന്ന് നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്കറിയായിരിക്കും മിക്ക കസ്റ്റമേഴ്സും, അതായത് ഇപ്പോൾ നിങ്ങളായാലും മിക്കവരും തന്നെ ചൂരയും കേരയൊക്കെ സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചില കസ്റ്റമേഴ്സിന് ഒരു നിർബന്ധം ഉണ്ടാകും അതിൻ്റെ സ്കിന്ന് അതേപോലെ തന്നെ വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അതിലെ അഭിപ്രായം എന്താണെന്ന് താഴെ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുകൂടാതെ നമ്മുടെ തട്ടിൽ നിന്ന് കടൽ മീനായിട്ട് കേര ഉണ്ടായിരുന്നു, കടൽ ചെമ്പല്ലി ഉണ്ടായിരുന്നു, സ്കിഡ് അതായത് നമ്മുടെ കൂന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വറ്റി ഉണ്ടായിരുന്നു, കൊഴുവി ഉണ്ടായിരുന്നു. പിന്നെ അതായത് നമ്മുടെ ചൂര സൈംബാപ്പൻ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് വെട്ടാനുള്ളത് കുറച്ച് വറ്റിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ ആ ഓർഡർ ഉണ്ടല്ലോ 500 പീസിൻ്റെ ഓർഡറിനുള്ള മീൻ ചെത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാഞ്ചുപാപ്പനാണ് ആ മീൻ ആദ്യമായിട്ട് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഈ സൈസ് വരുന്ന കാളാഞ്ചികളാണ് നമ്മളിന്ന് വെട്ടി വറക്കാൻ കണക്കാക്കിയിട്ടുള്ള പീസിലാക്കി കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കച്ചവടം സാധാരണ രീതിക്ക് നടക്കുന്നുണ്ട്. ഈ ഓർഡറിനുള്ളതും പരിപാടിയും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനന്തും സൈംബാപ്പനൊക്കെ നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിനുള്ള മീനാണ് വെട്ടുന്നതെങ്കിൽ പാഞ്ചുവാപ്പം വെട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ 500 പീസ് കൊടുക്കാനുള്ള ഓർഡറാണ് പാഞ്ചുവാപ്പിന് ഏറ്റെടുത്തിട്ട് വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള മീനാണ് ഇപ്പോൾ അതിൻ്റെ ചെതുമ്പിലെല്ലാനും ചെത്തി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സൈംബാപ്പിൻ്റെ അടുത്ത് നേരത്തെ കിട്ടിയ ആ വറ്റ ഒരുവിധം എല്ലാ വറ്റയും ഒരുവിധം കട്ട് ചെയ്ത് ഓൾറെഡി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സൈംബാപ്പൻ തന്നെയാണ് ആ വറ്റ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു വറ്റ വിറ്റ് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 460 രൂപയ്ക്കാണ് കിലോയ്ക്ക്.
ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മുറിക്കണം. 500 പീസ് റൗണ്ട് പീസ് തുടങ്ങാം. അപ്പോൾ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്ന കാളാഞ്ചികളൊക്കെ ഇനി വറക്കാൻ കണക്കാക്കി 500 പീസാക്കി മുറിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ അതേ നമ്മുടെ പാഞ്ചാപ്പൻ അതിനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പീസുകൾ മാത്രമേ വറക്കാൻ കണക്കാക്കിയിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലഭാഗവും പിന്നെ വാലിൻ്റെ അറ്റം അതൊന്നും ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. നല്ല ഭാഗങ്ങൾ മാത്രമാണ് ഇതിന് വറക്കാൻ കണക്കാക്കിയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബലം ഉള്ള ഒരു മീനാണല്ലോ. അതായത് അതിന് മുള്ളിനൊക്കെ അത്യാവശ്യം കനുണ്ട്. മുള്ളില്ലെങ്കിലും, മുള്ളില്ല മീൻസ് അതിൻ്റെ സെൻറ്ററിലുള്ള മുള്ള് എല്ലാ മീനുകൾക്കും ഉള്ള പോലെ ഈ കാളാഞ്ചിക്കും ഉണ്ട്. അപ്പോൾ ആ സെൻറ്റർ ഭാഗത്ത് മുള്ളിന് ഇത്തിരി കനം കൂടുതലാണ് കാളാഞ്ചിക്ക്. അപ്പോൾ അത് മുറിച്ചെടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് അത്യാവശ്യം പരിചയമുള്ളവർക്ക് മാത്രമേ ഈ മീൻ മുറിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ പാഞ്ചുവാപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൺ കണക്കിന് മീനൊക്കെ വെട്ടിയിട്ടുള്ളതാണ്. അതായത് ഈ ഇത്രയും വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് കണ്ടമാനം മീൻ വെട്ടിയേക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പാഞ്ചാബിനെ സംബന്ധിച്ച് ഇതൊന്നുമല്ല. അതേ പാഞ്ചാബിന് ആദ്യത്തെ മീൻ ഓൾമോസ്റ്റ് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കുടലും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിയിലാണ്, ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ എല്ലാ മീനും ഈ 500 പീസും വെട്ടാൻ പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 500 പീസും വെട്ടുന്നത് ഇവിടെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ബോറായിരിക്കുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരേ സൈസുള്ള മീനാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ പീസും വെട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേപോലെ തന്നെയാണ് വെട്ടുന്നത്. അപ്പോൾ എല്ലാം കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3-4 മീനെ ഇവിടെ വെട്ടുന്നത് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നോക്കി ഇത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 മീൻ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനന്തുണ്ട്. ഒപ്പം സായംപാപ്പനുണ്ട്. സായംപാപ്പൻ വറ്റാണ് വെട്ടുന്നതെങ്കിൽ അനന്ത് വെട്ടുന്നതെന്ന് പറഞ്ഞാൽ പ്രായലാണ് കേട്ടോ. ഇത് 1.5 കിലോത്തിൻ്റെ തരാം. റെഡിയാക്കി വെച്ചോക്കാം കേട്ടാ. മാർക്കറുണ്ട് അകത്ത്. കേരയുടെ ഓർഡർ ഉണ്ടായിരുന്നു. അത് 2 പേരുടെ കൊടുത്ത് അതിന് ശേഷം ഇത് അത് പിന്നെ മീൻ കൊടുത്തോ കേട്ടോ. നന്ദൂസിൻ്റെ മീൻ കൊടുത്തോ. അപ്പോൾ അത് ആദ്യത്തെ ഒരു സെറ്റ് നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട് കാളാഞ്ചിൽ. അപ്പോൾ അത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് കവറിലാക്കിയിട്ട് നമ്മൾ വെക്കേണ്ടത്, അതായത് നമ്മൾ ഐസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി 500 പീസും ആയതിനു ശേഷം നമുക്കിത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 80 പീസോളം പാഞ്ചാപ്പൻ വെട്ടിയിട്ട് കവറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ നമുക്ക് 500 പീസും വെട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ വിളിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ. താങ്ക് യു സോ മച്ച്.